കൊക്കയാർ പഞ്ചായത്തിന്റെ കാർഷിക മേഖലയായ മേലോരത്തേക്കുള്ള റോഡ് തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. നൂറുകണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന മേഖലയിലേക്കുള്ള ഏക റോഡാണ് നാളുകളായി കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രാ യോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നത്. 35 മൈൽ നെടുമ്പാശ്ശേരി റോഡിൽ നിന്നും മേലോരത്തേക്ക് തിരിയുന്ന നെടുമൺപുര കവല മുതൽ മേലോരം വരെയുള്ള 7 കിലോമീറ്ററിലധികം വരുന്ന റോഡിന്റെ 5 കിലോമീറ്ററോളം റോഡാണ് പൂർണ്ണമായും തകർന്ന നിലയിലായിരിക്കുന്നത്. ടാറിംഗ് പൂർണ്ണമായും തകർന്ന റോഡിന്റെ പല ഭാഗത്തും വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മഴക്കാലത്ത് കുഴിയിൽ വെള്ളം കെട്ടിനിൽക്കുന്നതോടെ ഇത് കുളത്തിന് സമാനമാകും. റോഡ് തകർന്നതോടെ ഒരു KSRTC ബസ് മാത്രമാണ് ഇതിലൂടെ സർവീസ് നടത്തുന്നത്. തകർന്ന റോഡിലൂടെയുള്ള യാത്ര മൂലം പല ദിവസങ്ങളിലും ബസ് സർവീസ് മുടങ്ങും. ഇതോടെ കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർ ദുരിതത്തിലാകും. ടാക്സി വാഹനങ്ങൾ പോലും ഇതുവഴി വരാൻ മടിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് വല്ലാതെ തകർന്നു കിടക്കുകയാണ്. യാത്രാ സൗകര്യങ്ങളിവിടെ കുറഞ്ഞ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. 35 മൈലിൽ നിന്നും ഇവിടം വരെ ഒരു 10 കിലോമീറ്റർ ആണ് ഉള്ളത്. അത് കുറേ ഭാഗം നെടുമ്പാശ്ശേരി റോഡിൻ്റെ ഭാഗമായിട്ട് നന്നായിട്ടുണ്ട്. ബാക്കി ഭാഗം ഒരു 7 കിലോമീറ്റർ വളരെ ശോച്യാവസ്ഥയിലാണ്. സാധാരണ 2 വീലറുകാർക്കും ഓട്ടോറിക്ഷക്കാർക്കും ചെറിയ വണ്ടിക്കാർക്കൊക്കെ പോകാൻ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇവിടുന്ന് പഠിക്കാൻ ദൂര പ്രദേശങ്ങളിലുള്ള പോകുന്ന കുട്ടികൾക്ക് അതും വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. ഒരു 10 വർഷത്തിന് മുമ്പേ റോഡ് കുറേ ഭേദമായിട്ട് കിടന്നതായിരുന്നു. ഇപ്പം നോക്കാൻ ആളില്ലാത്ത ഒരു അവസ്ഥ ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു KSRTC ബസ് പൊൻകുന്നത്തുനിന്നും മേലോരം അഴങ്ങാട് വഴി സർവീസ് നടത്തുന്നുണ്ട്. അത് പലപ്പോഴും മുടങ്ങുന്നു. അത് കാരണമായിട്ട് പറയുന്ന റോഡിൻ്റെ മോശം അവസ്ഥയെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസം മിക്കവാറും ബസ് മുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അതിമനോഹരമായി പണിതിട്ടുള്ള പ്രകൃതി ഭംഗി നിറഞ്ഞ മുണ്ടക്കയത്തിന്റെ ഗ്യാപ് റോഡ് എന്നറിയപ്പെടുന്ന 35 മൈൽ കൊക്കയാർ റോഡിൽ നിന്ന് വേണം മേലോരത്തേക്ക് പോകുവാൻ. വിദേശ രാജ്യങ്ങളെ വെല്ലുന്ന മലമടക്കുകളിലൂടെയുള്ള യാത്ര ആസ്വാദകരമാണ്. ഇതുവഴി പോയാൽ അഴങ്ങാട് ആനച്ചാരി വഴി ദേശീയപാതയിൽ പെരുവന്താനത്ത് എത്തിച്ചേരുവാൻ കഴിയും. നിരവധി ആളുകളാണ് ഗ്യാപ് റോഡിന്റെ ഭംഗി ആസ്വദിക്കുവാനും റീൽസിനും ചിത്രീകരണത്തിനുമൊക്കെയായി എത്തുന്നത്. ഇവർക്ക് ഇതുവഴി അഴങ്ങാട് ആനച്ചാരി വഴി ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ ആസ്വദിച്ച് ദേശീയപാതയിൽ പെരുവന്താനത്ത് എത്തിച്ചേരുവാൻ കഴിയും. അന്താരാഷ്ട്ര കമ്പനികളുടെ നേതൃത്വത്തിൽ കാർ റേസിംഗ് റാലി വരെ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ഇപ്പോൾ ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ ആരും ഇതുവഴി കടന്നു വരാറുമില്ല. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തിയാൽ കൊക്കയാർ പഞ്ചായത്തിന്റെ മലയോര മേഖലയിലെ വലിയ വികസനത്തിനാകും ഇത് വഴിവെക്കുക. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.